ഉരുൾപൊട്ടലിന്റെ തണുക്കം മാറിയിട്ടില്ലാത്ത കൽപ്പറ്റയിൽ പ്രധാന ചർച്ചയാക്കുന്ന പുനരധിവാസമാണ്. നിലവിലെ MLA ടി സിദ്ദിഖ് തന്നെയായിരിക്കും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുക. LDFിന് വേണ്ടി വീണ്ടും MA ശ്രേയംസ് കുമാർ മത്സരിക്കുമെന്നതിൽ സംശയമുണ്ട്. കൽപ്പറ്റ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നുചെല്ലുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത മണ്ഡലം. കേരളം കയ്യും മെയ്യും മറന്ന് ഒപ്പം നിന്ന ദുരന്തകാലം. തളർന്നു പോകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ ജനത. കൽപ്പറ്റയും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. പൊതുവെ വലത്തോട്ട് ചായ്വുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. ലീഗിന് നിർണായക സ്വാധീനം. സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കും ആഴത്തിൽ വേരോട്ടം. കോൺഗ്രസിന്റെ ടി സിദ്ദിഖാണ് നിലവിലെ സാമാജികൻ. തോൽപ്പിച്ചത് LDF സ്ഥാനാർത്ഥിയായ LJDയുടെ MV ശ്രേയംസ് കുമാറിനെ. ൽ LDFിന്റെ JDS സ്ഥാനാർത്ഥിയായിരുന്ന MV ശ്രേയംസ് കുമാർ കോൺഗ്രസിലെ KK രാമചന്ദ്രനെ പരാജയപ്പെടുത്തി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിലെത്തിയ MV ശ്രേയംസ് കുമാർ CPIMന്റെ PA മുഹമ്മദിനെ 18,169 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം നിലനിർത്തി. 2016 UDFിന്റെ JDU സ്ഥാനാർത്ഥിയായ MV ശ്രേയംസ് കുമാറിന് അടിപതറി. വിജയിച്ചത് CPIMന്റെ CK ശശീന്ദ്രൻ. 2021 LJDയായി LDFിലെത്തിയാണ് MV ശ്രേയംസ് കുമാർ സ്ഥാനാർത്ഥിയായത്. കോൺഗ്രസിനായി കളത്തിലിറങ്ങിയ ടി സിദ്ദിഖിന് 5470 വോട്ടുകളുടെ വിജയം. സിറ്റിംഗ് സീറ്റ് LJDക്ക് വിട്ടുകൊടുത്തതിൽ CPIMലെ അമർഷം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു. ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിലും ഭിന്നതകൾ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടു മുൻപത്തെ തിരഞ്ഞെടുപ്പിലെ എതിരാളിയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതു കേന്ദ്രങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാതിരുന്നത് നിർണായകമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ UDFന്. സ്ഥാനാർത്ഥികളായത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പുറകെ പ്രിയങ്ക ഗാന്ധിയും. തദ്ദേശ തിരഞ്ഞെടുപ്പിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞില്ല. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ലഭിച്ചെങ്കിലും പഞ്ചായത്തുകൾ 10-ൽ 8-ലും UDF ആണ് മുന്നിലെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDF തന്നെ. കണക്കുകൾ UDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ടി സിദ്ദിഖ് തന്നെയായിരിക്കും വീണ്ടും ജനവിധി തേടുക. 18% ട്രൈബൽ കമ്മ്യൂണിറ്റി, തോട്ടം തൊഴിലാളികൾ, സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർ, ഈ സമൂഹമാണ് കൽപ്പറ്റ. ഈ സമൂഹത്തിൻ്റെ കൂടെ അവരുടെ വേദനയിലും അവരുടെ സുഖത്തിലും അവരുടെ ദുഃഖത്തിലും പങ്കാളിയായി അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കേട്ടറിവുള്ള എന്നെ ജയിപ്പിച്ച നിയോജകമണ്ഡലമാണ്. ഞാൻ നേരിട്ടറിഞ്ഞ ജനമാണ്. ഒരു ദുരന്തത്തിൽ, വേദനയിൽ, ഇവിടെയുള്ള സുഖദുഃഖങ്ങളിൽ, ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസം. LJDയിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIM പ്രാദേശിക തലത്തിൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. MV ശ്രേയംസ് കുമാർ തന്നെ LDFനായി വീണ്ടും കളത്തിലിറങ്ങിയേക്കും. അദ്ദേഹം മത്സരരംഗത്തു നിന്ന് മാറാൻ തീരുമാനിച്ചാൽ ജില്ലാ പഞ്ചായത്ത് അംഗവും യുവ നേതാവുമായ ജുനൈദ് കൈപ്പാണിയുടെ പേരിനാണ് മുൻതൂക്കം. ലീഗിന്റെ കോട്ടയിൽ അട്ടിമറി വിജയം നേടിയതാണ് ജുനൈദിനുള്ള അനുകൂല ഘടകം. പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എതിരാണെങ്കിലും നിയമസഭയിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണെന്ന് LDF വിലയിരുത്തുന്നു. നിലവിലുള്ള MLAയെ സംബന്ധിച്ച് എടുത്തു പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വികസനം അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഞങ്ങൾ നിരവധിയായി തവണ ആ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വികസനമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രചരണം നടത്തുന്ന കാര്യങ്ങളെല്ലാം തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന MLA സഖാവ് CK ശശീന്ദ്രൻ MLA ആയിരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ച പദ്ധതികളാണ്. ഈ കൽപ്പറ്റ മണ്ഡലത്തിൽ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനം ഉണ്ടായതൊക്കെയും കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ഘട്ടത്തിൽ യഥാർത്ഥം നടന്നത്. നില മെച്ചപ്പെടുത്താനുള്ള മത്സരമാണ് NDAയുടേത്. ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 3 വാർഡുകൾ മാത്രമാണ് ലഭിച്ചത്.
എങ്കിലും പൊരുതി നോക്കാൻ തന്നെയാണ് തീരുമാനം. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒരു 10 കൊല്ലമായി തുടർച്ചയായിട്ട് നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണമാണ് കൽപ്പറ്റയിൽ ഇത്ര വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല. അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ മണ്ഡലം ഒരു വലിയ സാധ്യത ഭാരതീയ ജനത അതിന് പ്രാഥമികമായിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ നടത്തി കഴിയുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം തന്നെയായിരിക്കും കൽപ്പറ്റയിലെ പ്രധാന ചർച്ച. സംസ്ഥാന സർക്കാർ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ആകാറായതിന്റെ ആത്മവിശ്വാസമുണ്ട് LDF-ന്. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ എവിടെ എന്ന ചോദ്യവും അവർ ഉയർത്തുന്നു. ലീഗിന്റെ വീടുകൾ തയ്യാറായതാണ് പ്രതിപക്ഷത്തിന്റെ ആശ്വാസം. സർക്കാരിന്റെ പുനരധിവാസം വൈകിയെന്നും UDF ആരോപിക്കുന്നു. കേന്ദ്ര സഹായം കിട്ടിയില്ലെന്നത് BJPക്കെതിരെ ആയുധമാകുന്നു. അങ്ങനെ ഉരുൾപൊട്ടലും പുനരധിവാസവും പ്രധാന ചർച്ചയാകുന്ന കൽപ്പറ്റയിൽ മത്സരം ഏകപക്ഷീയമാകില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.